Hi dears, today we are going to discuss about arithmetic expressions, evaluation of expressions, precedence of arithmetic operators. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് വരുന്നത്, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, അതുപോലെ ഈ അരിത്തമാറ്റിക് എക്സ്പ്രഷൻസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അതുപോലെ ഓപ്പറേറ്റേഴ്സിന് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന് സം പ്രസിഡൻസ് ഉണ്ട്. അതിന് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രസിഡൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഒരു ഫൈനൽ വാല്യൂവിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, പ്രസിഡൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ. അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻസ് എന്നുള്ളത്. ആൻഡ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ്, കോൺസ്റ്റൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അറേഞ്ച്ഡ് ആസ് പെർ ദ സിൻടാക്സ് ഓഫ് ദ ലാംഗ്വേജ്. ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? വേരിയബിൾസ് ഉണ്ടായിരിക്കും, കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെയൊക്കെ അതിൻ്റെ സിൻടാക്സിൻ്റെ ബേസിൽ, ലാംഗ്വേജിൻ്റെ സിൻടാക്സിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സി ക്യാൻ ഹാൻഡിൽ എനി കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. എല്ലാ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും നമുക്ക് സി പ്രോഗ്രാമിങ്ങിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ് സി എക്സ്പ്രഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എടുത്തിട്ട് അതിൻ്റെ സി എക്സ്പ്രഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് കോളത്തിനകത്ത് നിങ്ങൾക്ക് കാണുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് സി എക്സ്പ്രഷൻ, സി പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ അതിനെ എങ്ങനെ ആ ഒരു എക്സ്പ്രഷനെ എഴുതും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി മൈനസ് സി. നമ്മൾ പറഞ്ഞു ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? വേരിയബിൾസ് ഉണ്ടായിരിക്കും, കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എ ബി സി എന്നൊക്കെ പറയുന്നത് എന്താണ്? വേരിയബിൾസ് ആണ് അല്ലേ. അതുപോലെ ഇതിനകത്ത് ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു സി പ്രോഗ്രാമിങ്ങിൽ അല്ലെങ്കിൽ സി എക്സ്പ്രഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? എ ഇൻറ്റു ബി, അവിടെ ഇൻറ്റു എന്നുള്ളത് അല്ലെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റാർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓപ്പറേറ്റേഴ്സ്, അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു? അഡീഷൻ്റെ ഓപ്പറേറ്റർ, സബ്ട്രാക്ഷൻ്റെ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ അവിടെ കണ്ടല്ലോ മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റാർ ആണ് നമ്മൾ യൂസ് ചെയ്യുക, അത് ഓർത്ത് വയ്ക്കുക. ദെൻ പിന്നെ വന്നിട്ടുള്ളത് വേരിയബിൾ ബി, ദെൻ മൈനസ് സി. ഓക്കെ, അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ സ്റ്റാർ ബി മൈനസ് സി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേരിയബിൾസ് വന്നിട്ടുണ്ട്, ഓപ്പറേറ്റേഴ്സ് സ്റ്റാറും മൈനസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അരിത്തമാറ്റിക് എക്സ്പ്രഷൻ പറയുന്നത് എം പ്ലസ് എൻ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ. ഇതാണ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ സി എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റും? ബ്രാക്കറ്റ് കൊടുത്തിട്ട് എം പ്ലസ് എൻ എഴുതുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഇൻറ്റു എന്നുള്ളതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റു എന്നുള്ളത് സ്റ്റാർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എക്സ് പ്ലസ് വൈ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എ ബ്രാക്കറ്റിനകത്ത് എ ബി ബൈ സി അല്ലേ. ആ എ ബി എന്നുള്ളത് എന്താണ് മീൻ ചെയ്യുന്നത്? എ ഇൻറ്റു ബി എന്നുള്ള ഫോമാണ് അല്ലേ. അപ്പോൾ നമ്മൾ സി എക്സ്പ്രഷനകത്ത് എഴുതുമ്പോൾ എ സ്റ്റാർ ബി എന്ന് എഴുതും, ദെൻ ഡിവൈഡഡ് ബൈ സി. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ 3x² പ്ലസ് 2x പ്ലസ് 1. അതിനെ എങ്ങനെ എഴുതും? 3 ഇൻറ്റു ആണ് അല്ലേ. ഇവിടെ 3x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 ഇൻറ്റു x² എന്നാണ്. സോ 3 ഇൻറ്റു, സോ ഇൻറ്റു വരുമ്പോൾ സ്റ്റാർ ഇടുക, ദെൻ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു എക്സിനെയാണല്ലോ x² എന്ന് പറയുന്നത്. സോ എക്സ് സ്റ്റാർ എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, ദെൻ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് അവിടെ. സോ 2 ഇൻറ്റു സ്റ്റാർ 2 സ്റ്റാർ എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്സ് ബൈ
വൈ പ്ലസ് സി. ആ എക്സ് ബൈ എന്നുള്ളത് ഈ ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. സോ എക്സ് ബൈ വൈ പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷനെ സി പ്രോഗ്രാമിങ്ങിനകത്ത് എഴുതുന്നത്. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഡിവിഷൻ വരുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് നമ്മൾ എഴുതും, ഇവിടെ നമ്മൾ ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എഴുതും. അതുപോലെ എക്സ് സ്ക്വയർ എന്നുള്ളതൊക്കെ എക്സ് ഇൻറ്റു എക്സ് അല്ലേ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോമാറ്റിനെയാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വേരിയബിൾസ് ഉണ്ടായിരിക്കാം, കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഏത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ നമുക്ക് സി എക്സ്പ്രഷനിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ഇനി ഈ എക്സ്പ്രഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Expressions are evaluated using an assignment statement of the form variable equal to expression. Expressionsനെ ഇവാലുവേറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ, ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും. ദെൻ ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈക്വൽ ടു സിമ്പിളാണ് അല്ലേ. സോ ഒരു ഈക്വൽ ടു സിമ്പിൾ ദെൻ എക്സ്പ്രഷൻ. നമ്മൾ ഒരു പെർട്ടിക്കുലർ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളൊരു ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ വേരിയബിളാണ്. ദെൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ എക്സ്പ്രഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതണോ. എക്സ് ഈക്വൽ ടു നമുക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ഉണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ. ആ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ്റെ ഫോമാറ്റ് വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. സെമിക്കോളൻ ഇട്ടാൽ എന്താണ്, അത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എങ്ങനെ, എയും ബിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്തിൻ്റെ വാല്യൂ, എക്സിന് കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇവിടുത്തെ എക്സ്പ്രഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ആ വേരിയബിളിന് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ അല്ലേ, അസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റ് ആണ് എന്തിനുണ്ടാവുക, എക്സ്പ്രഷന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി when the statement is encountered, the expression is evaluated first and the result then replaces the previous value of the variable on the left hand side. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനെയും ബിനെയും ഇവാലുവേറ്റ് ചെയ്യും. എനെയും ബിനെയും ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എനെയും ബിനെയും തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, എക്കും ബിക്കും ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ലേ, ആ വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യുന്ന വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ആ വാല്യൂസ് അസൈൻ ചെയ്യണം, എന്നാലല്ലേ നമുക്ക് എയും ബിയും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. ഓൾ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദ എക്സ്പ്രഷൻ മസ്റ്റ് ബി അസൈൻഡ് വാല്യൂസ് ബിഫോർ ദ ഇവാലുവേഷൻ ഈസ് അറ്റംപ്റ്റഡ്. അപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വാല്യൂ എന്താണോ, സപ്പോസ് എൻ്റെ വാല്യൂ 2 ആണ്, നമ്മൾ പ്രോഗ്രാമിൽ അത് ആദ്യം അസൈൻ ചെയ്യും. എക്ക് 2, ബിക്ക് 1. സപ്പോസ് എൻ്റെയും ബിൻ്റെയും വാല്യൂ 2ഉം 1ഉം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, വേരിയബിൾസ് എക്സ്പ്രഷനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിന് വാല്യൂ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്ക് 2 ബിക്ക് 1 എന്ന് പറഞ്ഞുള്ള വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി, എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി, ദാറ്റ് മീൻസ് 2 + 1 എന്നുള്ളതായി അല്ലേ. വാല്യൂ അസൈൻ ചെയ്തു 2 + 1. ദെൻ അതിനുശേഷമാണ് ഈ 2 + 1 എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. 2ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3 കിട്ടും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ റിസൾട്ട്, ഇപ്പോൾ 3 എന്ന് പറയുന്ന റിസൾട്ട് എന്തിനു കൊടുക്കും, റീപ്ലേസസ് ദ പ്രീവിയസ് വാല്യൂ ഓഫ് വേരിയബിൾ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ആരാ, എക്സ് ആണ് അല്ലേ, ആ വേരിയബിൾ ആണ്. ആ വേരിയബിളിന് ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ എക്സ് എന്ന് പറയുന്ന 3 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും.
ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, എക്സ്പ്രഷൻ്റെ വേരിയബിൾസിന് വാല്യൂ അസൈൻ ചെയ്യണം. ഇവിടെ 2ഉം 1ഉം നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, 2, 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ അസൈൻ ചെയ്തു. ദെൻ ഇവ തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക അല്ലേ? ഇവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലേ? ദെൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എന്ത് ചെയ്യാണ്, ഈ വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്സ് ഈക്വൽ ടു എ സ്റ്റാർ ബി മൈനസ് സി. എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ വേരിയബിൾ ആണ് അല്ലേ? ദെൻ എ സ്റ്റാർ ബി മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ? വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ? എന്ത് വാല്യൂ ആണോ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, എ സ്റ്റാർ ബി മൈനസ് സി എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ ചെയ്യണം അല്ലേ? ഇപ്പം എക്ക് 1, ബിക്ക് 2, സിക്ക് 3 ആണെങ്കിൽ എന്ത് ചെയ്യണം, 1 സ്റ്റാർ 2 മൈനസ് 3 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ദെൻ 1ഉം ദെൻ അവിടെ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ചെയ്യുക. മനസ്സിലായോ? ദെൻ ആ കിട്ടുന്ന റിസൾട്ടിനെ എക്സിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ y ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ സി സ്റ്റാർ എ. അപ്പം എന്ത് ചെയ്യും, ബിക്കും സിക്കും എക്കും എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് അസൈൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. ആ റിസൾട്ട് വൈക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ എക്സ്പ്രഷനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി ഇവിടെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഈ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പം നമുക്ക് മാത്സിലൊക്കെ നിങ്ങൾക്ക് അറിയാം ആദ്യം ഏത് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനെ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? ബോർഡ് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടല്ലേ നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആദ്യം ബ്രാക്കറ്റ്, അതിനുശേഷം എന്താണോ ഓപ്പറേറ്റേഴ്സ്, ഏത് ഓപ്പറേറ്ററിനാണോ ഹൈ പ്രയോറിറ്റി ഉള്ളത് അതിനെയല്ലേ ആദ്യം ചെയ്യുന്നത് അല്ലേ? എന്നാലല്ലേ അവിടുത്തെ ആ റിസൾട്ട് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ സിക്കകത്ത് എന്തുണ്ട്, ഓരോ ഓപ്പറേറ്ററിനും അരിത്തമാറ്റിക് ഓപ്പറേറ്ററിനും പ്രസിഡൻസ് ഉണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. മനസ്സിലായോ? ഇത് ജസ്റ്റ് സിംപ്ലി അങ്ങനെ ചെയ്തു പോകാൻ പറ്റുമോ? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുക, മൈനസ് പിന്നെ ചെയ്യുക, അങ്ങനെ ചെയ്തു പോകാൻ പറ്റുമോ? ഇല്ല, ഒരു റൂളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് നെക്സ്റ്റ് പറയുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന് സം സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആദ്യം ഏത് ചെയ്യണം, പിന്നെ ഏത് ചെയ്യണം, അങ്ങനെയൊക്കെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്നത്, പ്രസിഡൻസ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? ഇപ്പം അരിത്തമാറ്റിക് എക്സ്പ്രഷൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് കണ്ടു, എങ്ങനെയായിരിക്കും ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് കണ്ടു. ദെൻ ആ അരിത്തമാറ്റിക് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെ കണ്ടു. ഇനി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, സം സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലേ? അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സം പ്രസിഡൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നോക്കുന്നത്. An arithmetic expression without parenthesis will be evaluated from left to right using rules of precedence of operators. ഇപ്പം ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്. ആ അരിത്തമാറ്റിക് എക്സ്പ്രഷനകത്ത് പാരാന്തസിസ് ഒന്നുമില്ല. പാരാന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റ് അല്ലേ? ബ്രാക്കറ്റിനെയാണ് പാരാന്തസിസ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ ആണ്, അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ആണ് എങ്കിൽ അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവാലുവേറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. ഒരു എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇതൊരു എക്സ്പ്രഷൻ ആണ് അല്ലേ? ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റിൽ നിന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ എൻ്റെ കൂടെ ബി ആഡ് ചെയ്യും, ബിൻ്റെ കൂടെ സി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു പാരാന്തസിസ് ഇല്ലാത്ത ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് there are two distinct priority levels of arithmetic operators in C. ഇനി സിക്കകത്ത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന് 2 ഡിസ്റ്റിങ്ക്റ്റ് പ്രയോറിറ്റി ലെവലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഹൈ പ്രയോറിറ്റി ഉള്ള
സം സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ ലോ പ്രയോറിറ്റി ഉള്ള സം സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് ആണ് സ്റ്റാർ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ. ഓക്കെ, സ്റ്റാർ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ ഇതൊക്കെ എന്താണ്? ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. അത് ഓർത്ത് വെക്കണം. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ഹൈ പ്രയോറിറ്റി. ഈ ഓപ്പറേറ്റേഴ്സ് കണ്ടാൽ എന്ത് ചെയ്യണം? ആദ്യം അതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സ്പ്രഷനകത്ത് സ്റ്റാർ ഉണ്ട്, അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ മോഡുലോ ഓപ്പറേറ്റർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷമാണ് പ്ലസും മൈനസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് തന്നെ ഏതിനാദ്യം ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇതിനൊക്കെ സ്റ്റാർ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും മോഡുലോ ഓപ്പറേറ്റർ ആണെങ്കിലും ഒക്കെ എന്താണ്? സെയിം പ്രയോറിറ്റി ആണെന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനും എന്താണ്? സെയിം പ്രയോറിറ്റി ആണ്. ഓക്കെ, അപ്പോൾ സെയിം പ്രയോറിറ്റി ആണെങ്കിൽ ആദ്യം ഏത് ചെയ്യും? എങ്ങനെ ചെയ്യണം? ആദ്യം ഏതാണോ ലെഫ്റ്റിലുള്ളത് അതിനെ ചെയ്യും, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഏതാണ്, അങ്ങനെ. മനസ്സിലായോ? അതാണ് ഇവാലുവേറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഏതാണോ വന്നിട്ടുള്ളത് അത് ചെയ്യും, പിന്നെ അതിൻ്റെ അടുത്തത്, അങ്ങനെ. ഓക്കെ, അപ്പോൾ സെയിം പ്രയോറിറ്റി ആണ് സ്റ്റാറിനും ഡിവിഷനും മോഡുലോ ഓപ്പറേറ്ററിനും. ഇനി ഇതിൽ നിന്ന് തന്നെ ആദ്യം ഏതിന് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ എങ്ങനെ ഒഴിവാക്കാം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യുക. ആദ്യം ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ എ ഡിവൈഡഡ് ബൈ ബി സ്റ്റാർ സി എന്നുള്ളൊരു എക്സ്പ്രഷനാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതാം. ഇതാ ഇവിടെ നോക്കൂ, എ ഡിവൈഡഡ് ബൈ ബി സ്റ്റാർ സി ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. അപ്പോൾ എന്താണ് ഇതിനകത്ത്? ഡിവിഷൻ ഓപ്പറേറ്ററിനും സ്റ്റാർ ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിനും എന്താണ്? സെയിം പ്രയോറിറ്റി ആണ് അല്ലേ? രണ്ടിനും ഹൈ പ്രയോറിറ്റി ആണുള്ളത്, രണ്ടിനും സെയിം പ്രയോറിറ്റി ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഏത് ചെയ്യും? ആദ്യം ഏതാണോ ലെഫ്റ്റിലുള്ളത് അത് ചെയ്യും. മനസ്സിലായോ? ഇവിടെ ലെഫ്റ്റിലുള്ളത് ആരാ? എ ബൈ ബി അല്ലേ? ഡിവിഷനാണ്. അപ്പോൾ എ ബൈ ബി ചെയ്യുക. അതിനുശേഷം ആ കിട്ടിയ റിസൾട്ടിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലോ പ്രയോറിറ്റി ഉള്ള ലെവലിൽ ആരൊക്കെയാണ് വരുന്നത്? അഡീഷൻ, സബ്ട്രാക്ഷൻ ഇവ രണ്ടുമാണ് ലോ പ്രയോറിറ്റി ഉള്ള ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ ഇതിനൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ഉള്ളത്. ലോ പ്രയോറിറ്റി ഉള്ളത് അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പം ലോ പ്രയോറിറ്റി, ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ്. അതിനുശേഷമാണ് ലോ പ്രയോറിറ്റി ഉള്ളതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി സെയിം പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യണം. മനസ്സിലായോ? ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ബേസിക് ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് 2 ലെഫ്റ്റ് ടു റൈറ്റ് പാസസ് ത്രൂ ദ എക്സ്പ്രഷൻ. ഇനി ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 പാസസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. ഡ്യൂറിങ് ദ ഫസ്റ്റ് പാസ്, സെക്കൻഡ് പാസ്, അങ്ങനെ 2 പാസസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പാസ് എന്ന് പറയുന്നത് ക്ലിയർ ആവും. ഡ്യൂറിങ് ദ ഫസ്റ്റ് പാസ് ഹൈ പ്രയോറിറ്റി ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ് ആസ് ദേ ആർ എൻകൗണ്ടേർഡ്. എന്താണ് ഫസ്റ്റ് പാസിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് പാസിൽ ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് പാസിൽ എന്താണ് ചെയ്യേണ്ടത്? ലോ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് നമ്മുടെ എക്സ്പ്രഷനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാസിൽ ചെയ്യുക ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. സെക്കൻഡ് പാസിൽ ചെയ്യുക ലോ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ വരാവുന്ന വേറൊരു കേസാണ് പാരാന്തസിസ് വരുന്നത് അല്ലേ? ഒരു എക്സ്പ്രഷനകത്ത് പാരാന്തസിസ് വരാം. പാരാന്തസിസ് എങ്ങനെയാ? ബ്രാക്കറ്റ് അല്ലേ? എക്സ്പ്രഷനകത്ത് ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പ്രഷൻസ് വിത്തിൻ ദ പാരാന്തസിസ് അസ്യൂം ഹൈ പ്രയോറിറ്റി. ഇതിനേക്കാളൊക്കെ പ്രയോറിറ്റി ഉള്ളത്, ഇപ്പോൾ നമ്മൾ ഹൈ പ്രയോറിറ്റി ഉള്ള കേസസ് പറഞ്ഞു, സ്റ്റാർ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ. അപ്പോൾ അതിനേക്കാളും പ്രയോറിറ്റി ഉള്ളതാണ് പാരാന്തസിസ് എന്നുള്ളത്, ബ്രാക്കറ്റ്. ഓക്കെ, ബ്രാക്കറ്റ് വരുന്നത് അതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉള്ളതാണ്. നമ്മൾ ബ്രാക്കറ്റിനകത്ത് എന്താണോ ഉള്ളത് അതിനെയാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പാരാന്തസിസിന് അതിനേക്കാളും ഹൈ പ്രയോറിറ്റി ഉണ്ട്, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എക്സാമ്പിൾസ് ആണ്. ഇത്രയാണ് പ്രസിഡൻസ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് പറയാനുള്ളത്. ഇനി നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എക്സ് ഈക്വൽ ടു a - b ഡിവൈഡഡ് ബൈ 3 പ്ലസ്
സി സ്റ്റാർ 2 മൈനസ് 1. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ആദ്യം നമ്മൾ പറഞ്ഞു ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആദ്യം ഈ വേരിയബിൾസിനൊക്കെ വാല്യൂ അസൈൻ ചെയ്യണം അല്ലേ? അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ. ആദ്യം എന്ത് ചെയ്യണം? വേരിയബിൾസിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്ക് വാല്യൂ 9, ബിക്ക് വാല്യൂ 12, സിക്ക് വാല്യൂ 3. ഇത്രയും വാല്യൂ അസൈൻ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, 9 മൈനസ് 12 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3 സ്റ്റാർ 2 മൈനസ് 1. ഇനി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഞാൻ പറഞ്ഞു ഇവിടെ 2 പാസ് ഉണ്ട് എന്നല്ലേ. ഫസ്റ്റ് പാസ്, സെക്കൻഡ് പാസ്. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2 പാസസ് വരുന്നുണ്ട്. അതെന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാസിൽ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പാസിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുക. അതാണ് ഫസ്റ്റ് പാസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ എക്സ്പ്രഷൻ ഇതാണ് അല്ലേ. ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നോക്കുക ഫസ്റ്റ് പാസിൽ. ഓക്കെ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് 9 മുതൽ 1 വരെ നോക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പാസിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് പാസിൽ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ഇവിടെ മൈനസ്, ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയാ? മൈനസ്, ഡിവിഷൻ, പ്ലസ്, സ്റ്റാർ, മൈനസ് അല്ലേ? ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഇവിടെ ഹൈ പ്രയോറിറ്റി ഉള്ളത് ആരാ? ഡിവിഷന് ഹൈ പ്രയോറിറ്റി ഉണ്ട്, അതുപോലെ മൾട്ടിപ്ലിക്കേഷന് ഹൈ പ്രയോറിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ആരാണ് വരുന്നത്? ആദ്യം വരുന്നത് ഡിവിഷൻ ആണ് അല്ലേ? അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റെപ്പ് 1ൽ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു 9 മൈനസ്, ഇവിടുത്തെ ആദ്യം വന്നിട്ടുള്ള ഹൈ പ്രയോറിറ്റി ഓപ്പറേറ്റർ ഡിവിഷൻ ആണ്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. 12 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടുമല്ലോ. അപ്പോൾ ആ 4 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, സ്റ്റെപ്പ് 1നകത്ത് എഴുതിയിട്ടുള്ളത്. ദെൻ പ്ലസ് 3 സ്റ്റാർ 2 മൈനസ് 1. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതി. മനസ്സിലായോ? ബാക്കിയുള്ളതൊന്നും ചെയ്തിട്ടില്ല, ബാക്കിയുള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതി. നെക്സ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഈ ഡിവിഷനെ ഇവാലുവേറ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ഹൈ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റർ ആരാ? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 മൈനസ് 4 പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ? 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 എന്ന് പറയുമ്പം 6 അല്ലേ? അപ്പോൾ അതിവിടെ ഇവാലുവേറ്റ് ചെയ്തു 6. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതി -1. ഓക്കെ, -1 അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാസിൽ ഹൈ പ്രയോറിറ്റി ഉള്ള 2 ആൾക്കാരെയും കൺസിഡർ ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. മനസ്സിലായോ? ഹൈ പ്രയോറിറ്റി ഉള്ളത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. അതിന് 2നെയും ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. ഓക്കെ, ലെഫ്റ്റിൽ ആദ്യമുള്ളത് ഡിവിഷനാണ്, പിന്നെ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഡിവിഷൻ ചെയ്തു, ദെൻ ആ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാസ് തീർന്നു. ഫസ്റ്റ് പാസിൽ ഹൈ പ്രയോറിറ്റി ഉള്ള 2 ആളെയും ഇവാലുവേറ്റ് ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് പാസിൽ ആരെ ചെയ്യണം? ലോ പ്രയോറിറ്റി ഉള്ളവരെ കൺസിഡർ ചെയ്യണം അല്ലേ? ഇവിടെ ലോ പ്രയോറിറ്റി ഉള്ളത് ആരാ? മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഓക്കെ, ഇവരാണ് ലോ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ അല്ലേ? അപ്പോൾ ഇനി ഇതിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പാസിൽ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്തു. സെക്കൻഡ് പാസിൽ മൈനസ്, പ്ലസ്, മൈനസ് ഇത്രയും എക്സ്പ്രഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 3കകത്ത് എന്ത് വരും? അപ്പോൾ നമ്മൾ ഈ വാല്യൂ വെച്ചിട്ടാണ് ഇനി അടുത്തത് ചെയ്യാൻ പോണേ അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഇപ്പോൾ 9 മൈനസ് 4 പ്ലസ് 6 മൈനസ് 1. അപ്പോൾ ഇവിടെ ആദ്യം ഇതിന് ചെയ്യും? മൈനസ് ആണ് ആദ്യം വരുന്നത് അല്ലേ? ആദ്യം ഇയാളെ ചെയ്യും. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ ഇവാലുവേറ്റ് ചെയ്ത് പോവാം. പിന്നെ ആരെ ചെയ്യും? ഈ പ്ലസിനെ ചെയ്യും. പിന്നെ ആരെ ചെയ്യും? ഈ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നമുക്ക് വരും അല്ലേ? അങ്ങനെ 9 മൈനസ് 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. ബാക്കിയുള്ള എക്സ്പ്രഷൻ അതുപോലെ തന്നെ എഴുതി. 9 മൈനസ് 4 കഴിഞ്ഞിട്ടുള്ള എന്താ? പ്ലസ് 6 മൈനസ് 1. അത് അതുപോലെ തന്നെ എഴുതി. മനസ്സിലായോ? അതിനകത്തൊന്നും ചേഞ്ച് വന്നിട്ടില്ല, അത് അതുപോലെ തന്നെ എഴുതി. ദെൻ നെക്സ്റ്റ് നമുക്ക് ആരെ ചെയ്യണം? അഡീഷൻ ചെയ്യണം. അഡീഷൻ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? 5ഉം 6ഉം ആണ് വരുന്നത്. 5ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. ബാക്കിയുള്ള ആളെ -1 അതുപോലെ തന്നെ എഴുതി. നെക്സ്റ്റ് വന്നിട്ടുള്ള ആരാ? മൈനസ് ഓപ്പറേഷൻ ആണ് അല്ലേ?
അപ്പോൾ മൈനസ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 11 - 1 10 കിട്ടി. മനസ്സിലായോ? ഇങ്ങനെയാണ് സെക്കൻഡ് പാസിൽ ചെയ്യുന്നത്. സെക്കൻഡ് പാസിൽ ആരൊക്കെയാണോ ലോ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ അവരെ നോക്കുക. അവക്കകത്ത് ആരാണോ ലെഫ്റ്റിൽ വരുന്നത് അയാൾ ആദ്യം ചെയ്യുക. ഇവിടെ മൈനസാണ് വന്നിട്ടുള്ളത്. സോ മൈനസ് ചെയ്തപ്പോൾ 5 കിട്ടി. പിന്നെ വന്നിട്ടുള്ളത് പ്ലസ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്ലസ് ചെയ്തു. പിന്നെ വന്നിട്ടുള്ളത് മൈനസ് ആണ്. എഗെയിൻ മൈനസ് ചെയ്തു. അപ്പോൾ ആ 3 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്തു? സെക്കൻഡ് പാസ് തീർന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ഒരു ഹയറാർക്കി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഏതാ ചെയ്തിട്ടുള്ളത്, പിന്നെ ഏതാ ചെയ്തിട്ടുള്ളത്, പിന്നെ ഏതാ ചെയ്തിട്ടുള്ളത്, അങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്രയേ ഉള്ളൂ. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ ആദ്യം എന്ത് ചെയ്യണം? വാല്യൂ അസൈൻ ചെയ്യണം. എക്കും ബിക്കും സിക്കും വാല്യൂ അസൈൻ ചെയ്താലേ അത് വെച്ചിട്ട് നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് കിട്ടിയുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ദെൻ നമുക്ക് എന്തുണ്ട്? 2 പാസ് ഉണ്ട്. 2 പാസിനകത്ത് ആദ്യം ഹൈ പ്രയോറിറ്റി ഉള്ള ആൾക്കാരെ ചെയ്യാണ് ഫസ്റ്റ് പാസിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാസിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. ദെൻ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അതിൽ ആരാ ആദ്യം ചെയ്യണം? ലെഫ്റ്റിലുള്ള ആൾ ആദ്യം ചെയ്യണം, പിന്നെ റൈറ്റിലുള്ള ആൾ. അതാണ് നമ്മളുടെ റൂള്. സോ ലെഫ്റ്റിലുള്ള ആളെ ചെയ്തു, പിന്നെ റൈറ്റിലുള്ള ആളെ ചെയ്തു. ആ 2 സ്റ്റെപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് പാസ് തീർന്നു. ദെൻ സെക്കൻഡ് പാസിൽ ആരെയാണ് ചെയ്യേണ്ടത്? ലോ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ. ലോ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ ഇവിടെ ആരൊക്കെയാണ്? മൈനസും പ്ലസും മൈനസും. അപ്പോൾ ആ ഒരു 3 സ്റ്റെപ്സ് ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? പാരാന്തസിസ് ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ്റെ കേസാണ് അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കണം? ഹൈ പ്രയോറിറ്റി. പാരാന്തസിസിനായിരിക്കും ഹൈ പ്രയോറിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പാരാന്തസിസ് ഉള്ള ഒരു എക്സാമ്പിളാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? x = 9 - 12 divided by bracket 3 + 3 star ബ്രാക്കറ്റ് 2 - 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഇവിടെ ആർക്കാണ് ഹൈ പ്രയോറിറ്റി ഉള്ളത്? ഹൈ പ്രയോറിറ്റി ഉള്ള ആള് പാരാന്തസിസ് ആണ് അല്ലേ? പാരാന്തസിസ് ആണ്. സോ പാരാന്തസിസിനകത്ത് എന്താണോ എക്സ്പ്രഷൻ അതാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ ആദ്യം പാരാന്തസിസിനകത്ത് ആരാണോ ഉള്ളത് അതിന് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു പാരാന്തസിസ് ഉണ്ട് അല്ലേ? അത് 1 ചെയ്യാം. പിന്നെ വന്നിട്ടുള്ള ആരാ? പിന്നത്തെ പാരാന്തസിസ് ആരാ? ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ വന്നിട്ടുള്ള പാരാന്തസിസിനെ ഇവാലുവേറ്റ് ചെയ്യണം. എപ്പോഴും നോക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ആ റൂൾ മറക്കരുത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് പാസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പാരാന്തസിസിനുള്ളിലുള്ള ആളെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 3 + 3 അതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ 3 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ആ 6 വെച്ചിട്ടാണ് സ്റ്റെപ്പ് 1-നകത്ത് അതാണ് ചെയ്തിട്ടുള്ളത്. 9 - 12 നമ്മൾ എക്സ്പ്രഷനകത്ത് അങ്ങനെ തന്നെയാണ്. 9 - 12 അത് അതുപോലെ തന്നെ എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ എക്സ്പ്രഷൻ ബ്രാക്കറ്റിനകത്തുള്ളത് എന്താണോ അത് ചെയ്തു. 3 + 3 6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് റിസൾട്ട് 6 കിട്ടി. ദെൻ ബാക്കിയുള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതി. ഓക്കെ, 2 - 1 എന്നുള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇനി ആരെ ചെയ്യണം? അടുത്ത ബ്രാക്കറ്റിനകത്ത് എന്താണോ ഉള്ളത് അതാണ് ചെയ്യേണ്ടത് അല്ലേ? സോ സ്റ്റെപ്പ് 2-നകത്ത് 9 - 12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു ബ്രാക്കറ്റിനകത്തുള്ള 2 - 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? അങ്ങനെ കിട്ടിയ 1 ആണ് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 2 പാരാന്തസിസും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഫസ്റ്റ് പാസിൽ ചെയ്തത്. ഇനി സെക്കൻഡ് പാസിൽ ആരെ ചെയ്യും? പിന്നെ പ്രയോറിറ്റി ഉള്ളത് ആർക്കൊക്കെയാണ്? പാരാന്തസിസ് കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി ഉള്ളത് ആർക്കൊക്കെയാ? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഓപ്പറേറ്റർ ഇവർക്കാണ് പിന്നെ പ്രയോറിറ്റി ഉള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രയോറിറ്റി ഉള്ള ആൾക്കാരുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആരൊക്കെ ഉണ്ട് അല്ലേ? ഡിവിഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. സോ ആദ്യം ആരെ ചെയ്യും? ഡിവിഷൻ ചെയ്യും അല്ലേ? അതാണ് ലെഫ്റ്റിലുള്ളത്. സോ ഡിവിഷൻ ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷനകത്ത് ഡിവിഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 - 12 ഡിവൈഡഡ് ബൈ 6. 12 ഡിവൈഡഡ് ബൈ 6 ആണ് വരുന്നത് അല്ലേ? 12 ഡിവൈഡഡ് ബൈ 6 പറഞ്ഞാൽ 2 ആണ് കിട്ടുക. ദെൻ ഇൻറ്റു 1 അത് അതുപോലെ തന്നെ എഴുതി. പിന്നെ ആര് ചെയ്യണം? ഈ ഇൻറ്റു എക്സ്പ്രഷൻ ചെയ്യണം അല്ലേ? 2 × 1 എന്ത് കിട്ടും? 2 കിട്ടും. സോ 9 - 2 എന്നുള്ളത് സ്റ്റെപ്പ് 4-നകത്ത് ചെയ്തു. നെക്സ്റ്റ് ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് പാസ് കഴിഞ്ഞു.
ഈ ഹൈ പ്രയോറിറ്റി ഉള്ള ആൾക്കാരെ കഴിഞ്ഞു. നെക്സ്റ്റ് തേർഡ് പാസിൽ എന്താണ്, ലോ പ്രയോറിറ്റി ഉള്ള ആൾക്കാരുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലോ പ്രയോറിറ്റി ഉള്ളതായിരിക്കുക പ്ലസും മൈനസും ഉണ്ടോ, ഉണ്ട് അല്ലേ, ഇവിടെ മൈനസ് ഉണ്ട്. സോ അതാണ് ചെയ്യേണ്ടത്. 9 - 2 7. മനസ്സിലായോ? ഇങ്ങനെയാണ് പാരാന്തസിസ് ഉള്ള കേസിൽ നമ്മൾ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? രണ്ട് പാരാന്തസിസ് ഉണ്ടെങ്കിൽ ആദ്യം ലെഫ്റ്റിലുള്ള പാരാന്തസിസ് ഇവാലുവേറ്റ് ചെയ്യും, പിന്നെ സെക്കൻഡ് പാരാന്തസിസ് ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ഫസ്റ്റ് പാസിൽ ഇപ്പോൾ പാരാന്തസിസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക, സെക്കൻഡ് പാസിലാണ് പ്ലസ് സ്റ്റാർ ഡിവിഷൻ മോഡൽ ഓപ്പറേറ്റർ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ തേർഡ് പാസിൽ അഡീഷനും മൈനസും അഡീഷനും സബ്ട്രാക്ഷനും ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആവും. Then this time procedures consist of 3 left-right passes. However, the number of evaluation steps remains the same as 5. ഇവിടെ നമുക്ക് എത്ര പാസ് വന്നു? ഈ ബ്രാക്കറ്റ് വന്നപ്പോൾ നമുക്ക് 3 പാസ് വന്നു അല്ലേ? ബ്രാക്കറ്റിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്തു, പിന്നെ ഹൈ പ്രയോറിറ്റി ഉള്ളവർ, പിന്നെ ലോ പ്രയോറിറ്റി ഉള്ളവർ. അപ്പോൾ ഇങ്ങനെയാണ് 3 പാസ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷേ ഈ നമ്മൾ മുന്നേ ചെയ്തതും ഇതേ എക്സ്പ്രഷൻ തന്നെയാണ്. ഇവിടെ എത്ര സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു? 5 സ്റ്റെപ്പ് കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തു. അതേ 5 സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ആയിട്ടുള്ളൂ. 5 സ്റ്റെപ്സ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് എത്രത്തോളം അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഈ ഒരു എക്സ്പ്രഷനകത്ത് ഉണ്ട് അത്രത്തോളം സ്റ്റെപ്സ് ആണ് നമുക്ക് വരിക. മനസ്സിലായോ? മൈനസ്, ഡിവിഷൻ, പ്ലസ്, സ്റ്റാർ, മൈനസ്, ഇവിടെ എത്ര അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വന്നു? 5 അല്ലേ? അത്രയും സ്റ്റെപ്സുകളാണ് ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എടുക്കുക. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 3ഉം എക്സാമ്പിൾ 4ഉം നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ എന്താ നോക്കുക. എന്താണ്? 9 - ബ്രാക്കറ്റ് 12 ഡിവൈഡഡ് ബൈ 3 + 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ സ്റ്റാർ 2, ദെൻ അഗെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, -1. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ എന്താ കാണുന്നത്? ഈ ബ്ലൂ കളറിൽ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ട് അല്ലേ? ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ബ്രാക്കറ്റ് കാണുന്നുണ്ട് ബ്ലാക്ക് കളറിൽ, കണ്ടോ? അപ്പോൾ 2 ബ്രാക്കറ്റ് ഉണ്ട്. ഇങ്ങനെ 2 ബ്രാക്കറ്റ് ഉള്ളതിന് എന്താ പറയുക? നെസ്റ്റഡ് ബ്രാക്കറ്റ് എന്ന് പറയും അല്ലേ? ഇപ്പം നമ്മൾ ഒരു ബ്രാക്കറ്റിനകത്ത് വേറൊരു ബ്രാക്കറ്റ് വരുമ്പോൾ അതിനെ നെസ്റ്റഡ് ബ്രാക്കറ്റ് എന്ന് പറയും. അപ്പോൾ ഈ നെസ്റ്റഡ് ബ്രാക്കറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഏതാണോ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഉള്ളിലുള്ളത് ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ഏതാ? ഈ 3 + 3ക്ക് ഉള്ള ബ്രാക്കറ്റാണ് ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് അല്ലേ? സോ അതിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് പുറത്തുള്ള ബ്രാക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഈ 3 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ദെൻ 12/6 × 2 എന്നുള്ളതാവും അവിടുത്തെ എക്സ്പ്രഷൻ. ദെൻ അതിന് ഇവാലുവേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളെ നെസ്റ്റഡ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക, അതിനുശേഷം ഔട്ട്സൈഡ് ബ്രാക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇവിടെയും വന്നിട്ടുണ്ട്, വേറൊരു ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ എത്രയാണ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മൾ എക്സാമ്പിളിലൂടെ കുറേ റൂൾസ് പറഞ്ഞു അല്ലേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ ബ്രാക്കറ്റിനകത്ത് വേറൊരു ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് നെസ്റ്റഡ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ റൂള് ഇപ്പോൾ സെയിം പ്രയോറിറ്റി ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ റൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂൾസ് ഫോർ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കുറേ റൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, പാരാന്തസൈസ്ഡ് സബ് എക്സ്പ്രഷൻ. Okay, first parenthesized sub-expression from left to right are evaluated. എന്താണ്? ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇഫ് പാരാന്തസിസ് ആർ നെസ്റ്റഡ്, ദി ഇവാലുവേഷൻ ബിഗിൻ വിത്ത് ദി ഇന്നർമോസ്റ്റ് എക്സ്പ്രഷൻ. പാരാന്തസിസിനകത്ത് വേറൊരു പാരാന്തസിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ഇവാലുവേറ്റ് ചെയ്യണം? ആദ്യം ഇന്നർമോസ്റ്റ്, ഏറ്റവും ഉള്ളിലുള്ള പാരാന്തസിസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അതിന് പുറത്തുള്ള ബ്രാക്കറ്റിനകത്ത് എന്ത് എക്സ്പ്രഷൻ ആണോ ഉള്ളത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Then the precedence rule is applied in determining the order of application of operators in evaluating sub-expression.
അപ്പോൾ നമ്മൾ സബ് എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനകത്ത് വേറൊരു എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രസിഡൻസ് റൂൾ അപ്ലൈ ചെയ്യണം, ആ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ഓർഡർ ആദ്യം ഏത് ചെയ്യണം പിന്നെ ഏത് ചെയ്യണം എന്നുള്ള ഓർഡർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ പ്രസിഡൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രസിഡൻസ് റൂൾസിൻ്റെ ബേസിലാണ് അല്ലേ. നെക്സ്റ്റ്, അസോസിയേറ്റിവിറ്റി rule is applied when two or more operators of the same precedence level appear in the sum expression. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിവിഷൻ ഓപ്പറേറ്ററും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററും ഒരു എക്സ്പ്രഷനകത്ത് വന്നു. അപ്പോൾ എന്താണ്, രണ്ടിനും സെയിം പ്രയോറിറ്റിയാണ്. അപ്പോൾ ആരെ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് അവിടെ നമ്മൾ അസോസിയേറ്റിവിറ്റി റൂളാണ് അപ്ലൈ ചെയ്തത്. ദാറ്റ് മീൻസ് അസോസിയേറ്റിവിറ്റി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് യൂസിങ് ദ റൂൾസ് ഓഫ് പ്രസിഡൻസ്. ഈ സെയിം സാധനം തന്നെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വെൻ പാരാന്തസിസ് ആർ യൂസ്ഡ്, ദ എക്സ്പ്രഷൻ വിത്തിൻ ദ പാരാന്തസിസ് അസ്യൂം ഹൈ പ്രയോറിറ്റി. ഇനി എക്സ്പ്രഷനകത്ത് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ആ ഹൈ പ്രയോറിറ്റി ഉണ്ടാവുക? ആ പാരാന്തസിസിനാണ് ഹൈ പ്രയോറിറ്റി ഉണ്ടാവുക. എന്നിട്ടാണ് നമ്മുടെ സ്റ്റാറിന് ഡിവിഷന് ഒക്കെ പ്രയോറിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും റൂൾസാണ് ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. ആ അരിത്തമെറ്റിക് എക്സ്പ്രഷനകത്ത് വേരിയബിൾസ്, കോൺസ്റ്റൻസ്, ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സി എക്സ്പ്രഷനിലൂടെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എങ്ങനെയാണ് ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ എക്സ്പ്രഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വേരിയബിൾസിന് ആദ്യം വാല്യൂ അസൈൻ ചെയ്യണം. ദെൻ ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ദെൻ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രസിഡൻസ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് പറയുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ആർക്കാണ് ഹൈ പ്രയോറിറ്റി ഉള്ളത്, ആർക്കാണ് ലോ പ്രയോറിറ്റി ഉള്ളത്, ആ കാര്യങ്ങളാണ് പ്രസിഡൻസ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ അതിന് എക്സാമ്പിൾസും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കൂടാതെ എക്സാമ്പിൾ 3യും എക്സാമ്പിൾ 4ഉം ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ആൻസർ എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.